അസ്സലാമലൈക്കും. ഹായ് ഗൈസ്, ഇന്നൊരു പുതിയ വീഡിയോ. ഞാൻ കൂട്ടുകാരും ഞങ്ങളെ കൂടി മീൻ പിടിക്കാൻ പോവാണ്, ഫിഷിങ്ങിന് പോവാണ്. അപ്പോൾ ഫിഷിങ്ങിന് പോകുന്ന കറാമിൽ നിന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ കൂടെ ഫിഷിങ്ങിന് പോണ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗിൽ വരാൻ പോണത്. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. പിയൂഷും അസ്ലമും ഷെരീഫും പിന്നെ ഞങ്ങൾ നാലാളും കൂടിയാണ് ഇന്ന് മീൻ പിടിക്കാൻ പോയിട്ടുള്ളത്. പെട്ടെന്നുണ്ടായൊരു പരിപാടിയാണ്. പിയൂഷും അവൻ്റെ റാഡൊക്കെ സെറ്റാക്കുന്നുണ്ട്. കേട്ട് ഏതാ സാധനം? പാച്ചി കൊമ്പൻ മുഴുത്ത് നോക്ക്. കാണിച്ച അടിപൊളി. ഏട്ടക്കുട്ടികളാണ്, ഏട്ടക്കുട്ടി. അടിപൊളിയാണോ? വലുത് വെട്ടക്കണേ നോക്കാം. മീന് ഇര കോർക്കണ്. ചെമ്മീനല്ലേ ചെരിപ്പേ? കാണിച്ചു കൊടുത്താ ചെമ്മീന്, കാണിച്ചു കൊടുക്ക്. ചെമ്മീന് എവിടെ കാണിച്ചാ? ഇതാ ചെമ്മീന് ഇര കോർക്ക്. ഇങ്ങനെയാണ് ഞങ്ങളെ മീൻ പിടുത്തം നോർമലി. എന്നിട്ട് ലെയറാണ് 2 എറി. അടിപൊളിയല്ലേ? ഏതാണ് സാധനം? പാച്ചി. ഇന്ന് ഫുള്ള് പാച്ചിന്റെ തരവാട്ടാ. ഇതാ അപ്പൊ നമുക്ക് ചിന്താ മച്ചി ചിന്തയ്ക്ക് മീനേമിലേക്കാ. അസ്ലം ഇവിടെ ഭയങ്കര വലിച്ചു കയറ്റലാണ്. പീയൂഷ് അപ്പുറത്ത് വേറെ ഉണ്ട്. അസ്ലം ഇവിടെ ഷെരീഫ് എന്താ അസ്ലം അടുത്തതും കിട്ടിയിട്ടുണ്ട്. കൈമെന്നൊക്കെ ചോര കിട്ടിട്ടോ. നോക്കിട്ടോ, കൈ നോക്ക്, കൊക്ക കുത്തും. പീയൂഷിന് ഇതാ ഏട്ടേനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സാ ഏട്ട അത്യാവശ്യം വലിപ്പമുണ്ടല്ലേ പീയൂഷ? മനസ്സാ രണ്ടും ഏതത് മുതൽ ഏട്ടാ മറ്റേ മനസ്സാ അടക്ക് ഏട്ടകൾ. ഓക്കെ, നടക്കട്ടെ. ഏതാണ്? ഏട്ടനല്ലേ? ഏട്ടത് അസ്ലമിന് ഏട്ടനെ കിട്ടി. ഇന്ന് ഏട്ടൻ്റെ ചാകരയാണ്. കൊടുക്ക് ആയിട്ട് എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. ഇവിടെ വലി എടാ, ഇതെന്താ സാധനം? ഇത് മീനല്ല, മീനിന്റെ തിന്നാൻ പറ്റിയ സാധനമല്ല തോന്നുന്നുണ്ട്. ഇതിനെന്താ പറയുക? തവള. കാര്യമായിട്ട് വലിച്ചു കയറ്റും മുതലാണ്. ഇതെന്താ സാധനമാ? ശരിപ്പോ നോക്കാം. ചെമ്മീൻ ചെറിയ പീസാക്കി മുറിക്കുക. അതാണ് നമ്മൾ ഇര. എന്താ ചെമ്മീൻ ഇങ്ങനെ മുറിച്ചിടുക, അത് കുളത്തിട്ട് ഇര ഇട്ടിട്ട് വലിച്ചെറിയാം. ഈ മീനിങ്ങനെ കിട്ടുമ്പോണ്ടല്ലോ അത് ഭയങ്കര സന്തോഷമാണ്. അത് നേരെ മറിച്ച് 2 മണിക്കൂറൊക്കെ വന്നിട്ട് ഒന്നും കിട്ടാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട്. റിയാസ് ബൈക്ക് ഒരു വലിയ സാധനം അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നോക്കാം, കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് സാഹസികമായിട്ടുള്ള കയറ്റലാണ്, ഒന്നും പറയാൻ പറ്റില്ല. കാര്യമായിട്ടുണ്ട്, നല്ല വലിയാണ്, ഒന്നും പറയാനില്ല. ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.
അയ്യോ അതാ പാച്ചി പൊളി പാച്ചി. ഏയ് പൊരിച്ചടിക്കാനുള്ളതാണ് അത്യാവശ്യം വലുപ്പുണ്ട്. ഏയ് കിട്ടിയിട്ട മുതലേ ഇതേതാ മുതല് വലിച്ചു കയറ്റിട്ട് ഇതൊക്കെ ഒന്ന് രാത്രി സൈസാക്കാനുള്ളതാണ്. അസ്ലം അത് വേറെടുത്തടാ ഇതാ വലിച്ചു കയറ്റി അസ്ലമ വേറെടുത്തിക്കാം. കയ്യോക്കിട്ടാ കയ്യോക്ക്. എനിക്ക് കൊക്കമ്മ പിടിക്കാൻ പേടിയാണ്, കാരണം 2 പ്രാവശ്യം കയ്യുമ്മ തട്ടിയിട്ട് ചോര വന്നിട്ടുണ്ട്. അപ്പോൾ അസ്ലമിന് പിന്നെ അത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അസ്ലമാണ് വേറെടുത്തിട്ടുണ്ട്. കയ്യോക്ക് കയ്യോക്ക് നമുക്ക് കിട്ടിയ മീനുകളാണ് ഇതൊക്കെ. നമ്മളെ മെയിൻ പിടുത്തക്കാരനാണ് ഷെരീഫ്. ഷെരീഫിൻ്റെ ശിഷ്യത്തിലാണ് ഞങ്ങളൊക്കെ മീൻ പിടിക്കാൻ വരല്. ഷെരീഫ് ഒരു ഹായ് പറയേ. ദുബായിൻ്റെ രാത്രി സൗന്ദര്യം ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7 മണിയോടടുത്തു. ബീജായ്മൻട്രാ അതാ ഞങ്ങൾ അവസാനത്തെ കേറ്റലാണ്. ലാസ്റ്റ് ഇതാ പീയൂഷിന് ഒരു ഏട്ടനെ കിട്ടിയിരിക്കണേ. സമയം 7:30 മണി കാണിച്ചാ. ഓക്കെ 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 അടിപൊളി വലിയ ഏട്ടയാണ്. അപ്പോൾ ഞങ്ങളെ മീൻ പിടുത്തൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവാണ്. മീനൊന്ന് കാണിച്ചു കൊടുത്താ ഇതാ മീന്. എത്ര കിലോ ഉണ്ടാവും? ഒരു 5 കിലോത്തിന് മുളക്ക് ഈ മീൻ ഉണ്ടാവും എന്നാണ് ഷെരീഫ് പറയുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടി പിന്നെ കാണാം. അപ്പോൾ ഞങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പിടിച്ചിടുന്ന മീനൊക്കെ പാലത്തിൻ്റെ ചുവട്ടുകാർ തന്നെ നന്നാക്കുകയാണ്. അവിടെ വെച്ച് നന്നാക്കും, അവിടെ വെച്ച് കഴുകും, വൃത്തിയാക്കും, അങ്ങനെ കുക്ക് ചെയ്തിക്കാണ്ട് അവിടെ തന്നെ ഭക്ഷണം കഴിക്കലാണ്. ഇപ്പം ഞാൻ ആ പിടിച്ച മീനൊക്കെ എത്ര ഉണ്ട് നോക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് കൊട്ടി വെക്കുകയാണ്. അത്യാവശ്യം മീനുണ്ടായിരുന്നു. ഏതാ സാധനം അറിയാം. ഷെരീഫും അസ്ലമും കൂടി, അസ്ലം നിലത്തവിടെ പടിഞ്ഞിരുന്നിട്ട് കാര്യമായിട്ട് നന്നാക്കി തന്നെയാണ്. പിന്നെ ഷെരീഫ് സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക, അസ്ലം മീൻ ക്ലീൻ ചെയ്യുക. അങ്ങനെ മീനിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പുറത്ത് പീയൂഷാണ് ഇന്ന് മസാല കൂട്ടുന്ന ആൾ. പീയൂഷ് മസാല റെഡിയാക്കാനുള്ള എല്ലാ പരിപാടിയും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പച്ച മീനിൻ്റെ മണം കിട്ടിയിട്ടാണ് തോന്നുന്നത്. 2 പൂച്ചക്കുട്ടികളെ അവിടുന്ന് വന്ന്. വലിയ പൂച്ചല്ല, 2 ചെറിയ കുട്ടികളായിരുന്നു. അപ്പോൾ നന്നാക്കി ഇടുന്ന മീനിൻ്റെ വേസ്റ്റ്, തല, കാര്യങ്ങളൊക്കെ ഞങ്ങൾ പൂച്ചക്ക് കൊടുക്കിയിരുന്നു. പൂച്ചകളും ഹാപ്പി, നമ്മളും ഹാപ്പി. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞത് നന്നാക്കിയ മീനൊക്കെ കഴുകലാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ ഗർഹൂദ് പാലത്തിൻ്റെ താഴെയുള്ള ആ തോട്ടിൽ തന്നെയാണ് കഴുകുന്നത്. നല്ല വെള്ളം, തെളിഞ്ഞ വെള്ളം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കഴുകി പിന്നെ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന ഭാഗത്ത് കൊടുത്തിട്ട് നല്ല ഫ്രഷ് വെള്ളത്തിൽ പിന്നെയും കഴുകും. അപ്പോൾ പീയൂഷ് നല്ലപോലെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഓരോ മീനും അതിൻ്റെ ഉള്ളിലത്തെ കച്ചറൊക്കെ കളഞ്ഞ് ഭയങ്കര സൂക്ഷ്മതയോട് കൂടിയാണ് പീയൂഷ് മീനൊക്കെ നന്നാക്കുന്നത്. കനാലത്തെ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കിയ മീൻ ഒന്നും കൂടിയും കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊടുത്തിട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് നല്ല ഫ്രഷ് വെള്ളം കൊടുത്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് കഴുകി രണ്ടാമത് കഴുകി എടുക്കുകയാണ്. ഇനിയാണ് മസാല കൂട്ടാൻ പോണത്. അപ്പോൾ പീയൂഷിൻ്റെ സ്പെഷ്യൽ മസാലയാണ്. സൂപ്പറാണ്. അസ്ലമിൻ്റെ തിരു കയ്യോടുകൂടി മീൻ മസാലയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മീൻ പൊരിക്കാനുള്ള പാന് എണ്ണ ചൂടായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീനുകളൊക്കെ ഇട്ടെടുത്ത് മീനിങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റ് കാരണം ഞങ്ങൾ കാർഡ്ബോർഡ് വെച്ചിട്ട് സൈഡ് മറച്ചിട്ടാണ് മീനൊക്കെ പൊരിച്ചെടുത്തത്.
ഈശ എങ്ങനെയാ മീന് പൊളിയല്ല. അപ്പോൾ ഇത് നല്ല രസമുണ്ട് ഈ വൈബ്. അതിനെ കാട്ടിനും ചൂടോടുക്കാൻ മീൻ പൊരിക്കാൻ തിന്നാം.